കർക്കിടകപ്പുലരിയിൽ വടക്കുംനാഥ ക്ഷേത്രസന്നിധിയെ ഭക്തിയിൽ ആറാടിച്ച് ആനയൂട്ട്. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് വടക്കുംനാഥ ക്ഷേത്രം മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി. കോരിച്ചിരിയുന്ന മഴയിലും ആനയൂട്ടിന് സാക്ഷിയാകാൻ വടക്കുംനാഥ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. കർക്കടകപ്പുലരിയിൽ വടക്കുംനാഥന്റെ ഊട്ടിന് ഭാഗമാകാനെത്തിയത് 50ഓളം ആനകളാണ്. ക്ഷേത്രത്തിനു മുന്നിലെത്തിയ ഓരോ ആനകളെയും ഭാരവാഹികൾ പൂമാലയിട്ട് വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് 9:30 പ്രശസ്തമായ ആനയൂട്ട് ചടങ്ങുകൾക്ക് തുടക്കമായി. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് വടക്കുംനാഥ ക്ഷേത്രം മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി. മന്ത്രി ഒ.ജെ. ജനീഷ്, തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, MLA-മാരായ ചാണ്ടി ഉമ്മൻ, രാജൻ പല്ലൻ എന്നിവർ ലക്ഷ്മിക്കുട്ടിക്ക് ചോറുരുളകൾ നൽകി. ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇതിന് പങ്കാളിയാകാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്ര അടുത്തത് കൊടുക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ അത് എന്തുമാത്രം അതിന് നമ്മളുമായിട്ട് ഒത്തുജീവിക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്ന കൂടിയാണ്. അപ്പം പുതുപ്പള്ളിയിൽ ഒത്തിരി പേര് വരാറുണ്ട് ഈ ഉത്സവങ്ങൾക്ക്, പെരുന്നാളുകൾക്ക് നമുക്ക് ആനയെ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അവർ ഈ ആനയൂട്ടിനും വന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പുതുപ്പള്ളിയിൽ വന്യജീവി സ്നേഹികൾ ഒത്തിരി പേരുണ്ട്, അതായത് ഈ ആന സ്നേഹികൾ ഒത്തിരി പേര്, ആനപ്രേമികൾ ഒത്തിരി പേരുണ്ട്. അതിനെ സംരക്ഷിക്കുന്ന പൊതുചേട്ടനോട് പ്രത്യേകം നന്ദി പറയുക. എറണാകുളം ശിവകുമാർ, പാറമേക്കാവ് കാളിദാസൻ, പാമ്പാടി സുന്ദരൻ, പുതുപ്പള്ളി സാധു, പുതുപ്പള്ളി കേശവൻ, ബാസ്റ്റിൻ വിനയസുന്ദർ തുടങ്ങിയ ഗജവീരന്മാരും 9 പിടിയാനകളും ഉൾപ്പെടെ 50 ആനകളാണ് ഇത്തവണ വടക്കുംനാഥന്റെ മണ്ണിൽ സദ്യയുണ്ണാൻ അണിനിരന്നത്. 500 കിലോഗ്രാം അരിയിട്ട് വേവിച്ച് അഷ്ടചൂർണവും പ്രത്യേക മരുന്നുകളും ചേർത്ത് ഓരോ ആനയ്ക്കും 10 ഉരുള വീതം നൽകി. കൂടെ ആപ്പിൾ, മുന്തിരി, കരിമ്പ്, പഴം, തണ്ണിമത്തൻ, കക്കിരിക്ക, ഓരോ ആനയ്ക്കും 10 പട്ട, 2000 കിലോഗ്രാം പുല്ല് എന്നിവ ഉൾപ്പെടുത്തിയ വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകിയത്. ആനയൂട്ടിന് മുന്നോടിയായി പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരൻ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു. ജനം, തൃശൂർ.